തുടർച്ചയായ 25ാം വർഷവും ശബരിമലയിൽ അയ്യപ്പ ഭക്തരെ അനൗൺസ്മെന്റിലൂടെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി ഗോപാലകൃഷ്ണൻ നായർ എന്ന ഗുരുസ്വാമി. അനൗൺസ്മെന്റിന്റെ ഭാഗമായി ആണെങ്കിലും ഏറ്റവും അധികം തവണ ശരണമന്ത്രങ്ങൾ ഉരുവിടുന്നതിന്റെ പുണ്യവും ഈ ഗുരുസ്വാമിക്കുണ്ട്. സമഭാവനയുടെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരുമയുടെയും മതമൈത്രിയുടെയും മഹാസന്ദേശവുമായി ലോക സമൂഹത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു മഹാക്ഷേത്രമാണ് ശബരിമല. കഴിഞ്ഞ 24 വർഷത്തിനിടെ ഒരു തവണയെങ്കിലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമലയിലെത്തിയിട്ടുള്ള ഏവർക്കും സുപരിചിതമാണ് പത്തനംതിട്ട കോഴഞ്ചേരി മുരിക്കേത്ത് ഗോപാലകൃഷ്ണൻ നായർ എന്ന ഗുരുസ്വാമിയുടെ ശബ്ദം. തീർത്ഥാടന കാലങ്ങളിൽ പമ്പയിലെത്തുമ്പോഴും കഠിനമായ മലകയറ്റത്തിനിടയിലും തീർത്ഥാടക ലക്ഷങ്ങളെ ഭക്തിയുടെ കൊടുമുടിയിലേക്ക് കൈപിടിച്ച് നടത്തുന്നതാണ് ഈ ഗുരുസ്വാമിയുടെ മുഴക്കമുള്ള ശബ്ദം. ഏതാണ്ട് ഒരു 40 വർഷമായിട്ട് മേളിൽ ഞാൻ അനൗൺസ്മെൻ്റ്. അന്ന് കോളാമ്പി സിസ്റ്റമായിരുന്നു, ഇപ്പോഴത്തെ സംവിധാനമൊന്നുമില്ല. അന്ന് ഞാൻ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുക എല്ലാ സംവിധാനമായിരുന്നു. ഒരു നിയോഗം പോലെയാണ് 24 വർഷം മുൻപ് ഗോപാലകൃഷ്ണൻ നായരുടെ അനൗൺസ്മെന്റ് അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന പുനലൂർ മധുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ അയ്യപ്പന്റെ സന്നിധിയിൽ അനൗൺസ്മെന്റ് ചെയ്യാൻ ഗോപാലകൃഷ്ണൻ നായർക്ക് അവസരം ലഭിക്കുകയായിരുന്നു. പുണ്യപാപ ചുമടുമായി ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ മല കയറി സന്നിധാനത്തെത്തുമ്പോൾ തന്റെ ശബ്ദത്തിലൂടെ ഇത്തവണയും അവരെ വരവേൽക്കാൻ ശബരിമലയിലെത്താനുള്ള ഒരുക്കങ്ങളിലാണ് ഇദ്ദേഹം. അമൃത ന്യൂസ്, പത്തനംതിട്ട.